യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശുവേ നന്ദി, യേശുവേ സ്തുതി. സങ്കീർത്തനം 23:1 കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാവത്തില്ല. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, ആത്മീയ ഭൗതിക മണ്ഡലങ്ങളിൽ ഒന്നിനും കുറവുണ്ടാകാതെ എൻ്റെ കർത്താവ് എന്നെ പരിപാലിക്കും. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒന്നിനും കുറവുണ്ടാകാതെ ഞങ്ങളെ പരിപാലിക്കുന്ന ഞങ്ങളുടെ അനന്തമായ കരുണയ്ക്ക് നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ മഹത്വം. ലൂക്കാ സുവിശേഷം 3-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. അന്നാസും കയ്യാഫാസും പ്രധാന പുരോഹിതന്മാരും ആയിരിക്കെ സക്രിയയുടെ പുത്രനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടായി. സ്നാപക യോഹന്നാന്റെ പിതാവ് സക്രിയ ഒരു പുരോഹിതനായിരുന്നു. ഈ സക്രിയ പുരോഹിതന്റെ മകനായ യോഹന്നാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചു തന്നെ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സാന്നിധ്യമായിരുന്നു അതിന് കാരണം. അമ്മയുടെ സാന്നിധ്യം എലിസബത്തിൻ്റെ ഉദരത്തിലുണ്ടായിരുന്ന യോഹന്നാൻ പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞു. അനാദിയിലെ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയ സ്നാപക യോഹന്നാനെ കർത്താവിന് വഴി ഒരുക്കാൻ വേണ്ടി മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദം. ഈ യോഹന്നാന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി മരുഭൂമിയിൽ വെച്ച്. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. മരുഭൂമിയുടെ പ്രത്യേകത എന്താ? മരുഭൂമിയിൽ വിശാലമായ മരുപ്രദേശം, വളരെ അപൂർവമായിട്ടേ വെള്ളം കിട്ടാൻ സാധ്യതയുള്ളൂ. പച്ചപ്പ് വളരെ അപൂർവമായിട്ടേ കാണുവാൻ സാധിക്കത്തുള്ളൂ. ആയിരക്കണക്കിന് ഏക്കർ മണലാരണ്യമായിട്ട്
അല്ലെ പാറക്കൂട്ടങ്ങളായി ഇങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ മനുഷ്യവാസമില്ല. ആ കടുത്ത വേനൽ ചൂടിനോട് ചേർന്ന് ജീവിക്കുന്ന എന്തെങ്കിലും ജീവികളൊക്കെ അവിടെ ഉണ്ടാവാം. ഇവിടെ വചനം പറയുന്നു, മരുഭൂമിയിൽ വെച്ച് യോഹന്നാന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. മരുഭൂമിയിലെ ജീവിതത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ മനുഷ്യരുമായിട്ടുള്ള വലിയ ഒരു ബന്ധം മരുഭൂമിയിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് കുറവാണ്. മരുഭൂമിയിൽ ജീവിച്ച യോഹന്നാന് ഏറ്റവും വലിയ അടുപ്പമുണ്ടായിരുന്നത് ദൈവത്തോടായിരുന്നു. നമ്മൾ വിശുദ്ധ ബൈബിളിൽ സ്നാപക യോഹന്നാനെ കാണുന്നത് പരുക്കനായ ഒരു മനുഷ്യനായിട്ടാണ്. മരുഭൂമിയിൽ നിന്ന് കടന്നു വന്ന് ശക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുകയാണ്. കർത്താവിന് വഴിയൊരുക്കാൻ വേണ്ടി കടന്നു വന്ന ധീരനായ ദൈവത്തിൻ്റെ പ്രവാചകൻ. ആ പ്രവാചകന്റെ വാക്കുകളിലൂടെ നമ്മൾ കേൾക്കുകയാണ്. അവൻ പാപമോചനത്തുള്ള മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് ജോർദാന്റെ സമീപ പ്രദേശങ്ങളിലേക്ക് വന്നു. ജോർദാൻ നദിയുടെ തീരദേശങ്ങൾ, ജോർദാന്റെ പ്രദേശം ഫലഭൂയിഷ്ഠമാണ്. അവിടെ ധാരാളം മനുഷ്യർ താമസിക്കുന്നുണ്ട്. മരുഭൂമിയിൽ നിന്ന് യോഹന്നാൻ കടന്നു വരിക മനുഷ്യരോട് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ പറഞ്ഞു കൊടുക്കുവാൻ. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ വിളിച്ചു പറയാനായിട്ട് ശക്തനായി ആത്മാവ് നിറഞ്ഞവനായി സ്നാപക യോഹന്നാൻ കടന്നു വരികയാണ്. മരുഭൂമിയുടെ ചൂടും ഉള്ളിൽ എരിയുന്ന ദൈവസ്നേഹത്തിൻ്റെ അഗ്നിയുമായിട്ട് കടന്നു വരുന്ന പ്രവാചകൻ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, കർത്താവിന് വഴി ഒരുക്കുവിൻ, അവൻ്റെ പാത നേരെയാക്കുവിൻ. കർത്താവിന് വഴിയൊരുക്കാൻ വേണ്ടിയ സ്നാപക യോഹന്നാൻ വന്നത്. എന്നെ വിളിച്ചിരിക്കുന്നതും നിങ്ങളെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നതും അതിനുവേണ്ടി തന്നെയാ, കർത്താവിന് വഴിയൊരുക്കുവാൻ. അനേക ഹൃദയങ്ങളിലേക്ക് യേശുവിന് കടന്നു വന്ന് വാസം ചെയ്യണം. പാപത്തിലും തിന്മയിലും മുഴുകി ജീവിക്കുന്ന വലിയ ഒരു ജനസമൂഹം ഇന്ന് ഈ ലോകത്തിലുണ്ട്. അവർ ദൈവത്തിൻ്റെ വചനം കേൾക്കണം, അവർ മാനസാന്തരപ്പെടണം. അവരുടെയൊക്കെ ഹൃദയത്തിൽ ദൈവത്തിന് ഇടമുണ്ടാവണം. ക്രിസ്തുവിന് അവിടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് വാസം ചെയ്യണം. കർത്താവിന് വഴിയൊരുക്കുവാൻ വേണ്ടിയാ അവൻ വന്നത്. ഞാനും നിങ്ങളും അനേകരുടെ ഹൃദയങ്ങളെ ഒരുക്കണം യേശുവിന് വാസം ചെയ്യാൻ വേണ്ടി. പ്രാർത്ഥനയിലൂടെ ശുശ്രൂഷകളിലൂടെയൊക്കെ നമുക്കത് ചെയ്യുവാനായിട്ട് സാധിക്കും. ഓരോ വിശ്വാസിയും അതിനുവേണ്ടിയാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്, കർത്താവിന് വഴിയൊരുക്കുവാൻ. ക്രിസ്തുവിനെ അറിയാത്ത കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. അവര് ക്രിസ്തുവിനെ അറിയണം. അവരുടെ ഹൃദയങ്ങളിൽ യേശു ക്രിസ്തു വാസം ചെയ്യണം. രക്ഷകന് അവിടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലണം. കർത്താവിന് വഴി ഒരുക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അവൻ്റെ പാതകൾ നേരെയാക്കുവിൻ. പാതകൾ നേരെയാക്കുക. ഇന്ന് പലരും വളഞ്ഞു പുളഞ്ഞ വഴികളിലൂടെയാണ് കടന്നു പോകുന്നത്. സത്യത്തിൻ്റെ നേരായ മാർഗം വിട്ട് അസത്യത്തിൻ്റെയും ദുഷ്ടതയുടെയുമൊക്കെ വഴികളിലൂടെ മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, താഴ്വരകൾ നികത്തപ്പെടും. താഴ്വരകൾ, മനുഷ്യഹൃദയത്തിൻ്റെ താഴ്വരകൾ,
മനുഷ്യഹൃദയത്തിൻ്റെ താഴ്വരകൾ എന്ന് പറയുമ്പോൾ അവൻ്റെ ഹൃദയത്തിലുള്ള മുറിവുകളും സങ്കടങ്ങളും നൊമ്പരങ്ങളും വേദനകളും ഒറ്റപ്പെടലുകളും എല്ലാം നിറഞ്ഞു നിൽക്കുകയാ. അതെല്ലാം നികത്തപ്പെടണം ദൈവത്തിൻ്റെ വചനത്താലും ദൈവത്തിൻ്റെ സ്നേഹത്താലും ദൈവത്തിൻ്റെ കരുണയാലും. കുന്നുകളും മലകളും നിരത്തപ്പെടണം. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ കുന്നുകളുണ്ട്, മലകളുണ്ട്. അഹങ്കാരത്തിൻ്റെ, ഞാനെന്ന ഭാവത്തിൻ്റെ, ഗർവിൻ്റെ, ധാർഷ്ട്യത്തിൻ്റെ. പണമുണ്ട്, ആരോഗ്യമുണ്ട്, ലോകത്തിൻ്റെ നേട്ടങ്ങളൊക്കെ കൈപ്പിടിയിലുണ്ട്. അതിൻ്റെയൊക്കെ നിഗളത്തില നമ്മിൽ പലരും. നികത്തപ്പെടും, എല്ലാം ചിതറിക്കപ്പെടുന്ന സമയം വരികയാ. മലകളും കുന്നുകളും നികത്തപ്പെടും, നിരത്തപ്പെടും. വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും. പരുപരുത്തവ മൃദുവാക്കപ്പെടും. വളഞ്ഞ വഴികൾ നേരെ ആക്കുന്നതിന് വേണ്ടിയാണ് സ്നാപകൻ വന്നത്, സത്യം വിളിച്ചു പറയുന്നത്. ധീരമായ തൻ്റെ ഒരു ശുശ്രൂഷ സ്നാപകൻ ആത്മാവിൽ നിറഞ്ഞു ചെയ്യുകയാണ്. ഓരോ ശുശ്രൂഷകരും ആത്മാവിൽ നിറഞ്ഞ് ശുശ്രൂഷ ചെയ്യുന്നവരായിട്ട് മാറണം. ആത്മാവിൻ്റെ വെളിപ്പാടുകൾ ആത്മാവ് നയിക്കുന്നത് പോലെ അഭിഷേകത്തോടെ ചെയ്യുന്നവരായിട്ട് മാറണം. നമ്മുടെയൊക്കെ ദൗത്യം ഇതാണ്, കർത്താവിന് വഴിയൊരുക്കുക. കർത്താവ് കടന്നു വരണം. അനേക മനുഷ്യ ഹൃദയങ്ങളിൽ അവനിടമുണ്ടാവണം. അവനവിടെ വാസം ചെയ്യണം. അതിന് ഇടമുണ്ടാക്കാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. പരുപരുത്തവ മൃദുവാക്കപ്പെടും. പരുപരുത്ത മനസ്സാക്ഷി, കഠിനമായ ഹൃദയം, അങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട്. അവിശ്വാസത്തിൽ ജീവിക്കുന്നവർ, ദൈവത്തെ വിട്ടു ജീവിക്കുന്നവർ, ലോകത്തിൻ്റെ വ്യാപാരങ്ങളിൽ കുടുങ്ങി ദൈവവുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ട് അവഗണിച്ച് ജീവിക്കുന്നവരൊക്കെ ഈ സമൂഹത്തിൽ അനേകരുണ്ട്. അവരൊക്കെ രക്ഷയിലേക്ക് വരണം. സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണുകയും ചെയ്യും. അത് സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണണമെങ്കിൽ ഓരോ വിശ്വാസിയും ഈ രക്ഷയെക്കുറിച്ച് മനസ്സിലാക്കണം. യേശു തരുന്ന സമ്പൂർണ്ണ രക്ഷയെക്കുറിച്ച് മനസ്സിലാക്കുകയും ഈ രക്ഷയെക്കുറിച്ച് വിളമ്പിക്കൊടുക്കുകയും വേണം. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിലേക്ക് കരമൊന്നുയർത്തിപ്പിടിച്ച് സ്തുതിച്ചു നന്ദി പറയാം. ഹല്ലേലൂയ. കർത്താവേ, വഴിയൊരുക്കുവാൻ ഞങ്ങൾക്ക് ആത്മാവിൻ്റെ അഭിഷേകം തരണമേ. അനേക മനുഷ്യ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമല്ല. അനേകർ ദൈവത്തെ മറന്നു ജീവിക്കുന്നു. അവിടെയൊക്കെ ഹൃദയങ്ങളിൽ യേശു വാസം ചെയ്യണം. അതിനായിട്ട് വഴിയൊരുക്കപ്പെടണം. അതിനുവേണ്ടി കർത്താവേ, ഞങ്ങളെയൊക്കെ നീ ഉപകരണങ്ങളാക്കി മാറ്റണം. ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. മരുഭൂമിയിൽ വസിച്ച സ്നാപകൻ ഒരു പരുക്കൻ മനുഷ്യനായിട്ടാണ് വന്ന് വിളിച്ചു പറയുന്നത്. അണലി സന്തതികളെ വരുവാനിരിക്കുന്ന കോപത്തിൽ നിന്ന് ഓടി അകന്നുകൊള്ളുക. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ബലം തരാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിൽ എറിയപ്പെടും. അണലി സന്തതികളെ വരുവാനിരിക്കുന്ന കോപത്തിൽ നിന്ന് ഓടി അകന്നുകൊള്ളുക. അണലിപ്പാമ്പിന് വിഷമുണ്ട്, അണലിയുടെ കുഞ്ഞുങ്ങൾക്ക് വിഷമുണ്ട്. പാപത്തിൽ ജീവിച്ചിട്ട് തലമുറകളിലേക്ക് പാപത്തിൻ്റെ വിഷം പകർന്നു കൊടുക്കുന്ന എത്രയോ വ്യക്തികളുണ്ട്. വരുവാനിരിക്കുന്ന കോപത്തിൽ നിന്ന് ഓടി അകന്നുകൊള്ളുക. ഒറ്റ മാർഗമേ ഉള്ളൂ, ദൈവ കോപത്തിൽ നിന്ന് ഒഴിവാകുവാൻ. നീ മാനസാന്തരപ്പെടുക.
പാപം ഉപേക്ഷിക്കുക. നിന്റെ ജീവിതം ദൈവത്തിന്റെ മുൻപിൽ അടിയറ വയ്ക്കുക. ദൈവത്തിന്റെ കരങ്ങളിൽ നിന്റെ ജീവിതം വിട്ടുകൊടുക്കുക. മാനസാന്തരപ്പെടുക. ഈ നാളിൽ ദൈവത്തിന് ജനത്തോട് പറയാനുള്ളത് ഇത് തന്നെയാ, മാനസാന്തരപ്പെടുക. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് ആവശ്യപ്പെടുന്നതും അതുതന്നെയാ, മാനസാന്തരപ്പെടുക, പാപം ഉപേക്ഷിക്കുക, മടങ്ങി വരിക. ഇല്ലെങ്കിൽ ഉറപ്പാണ് തകർച്ചകൾ ഉണ്ടാവും. ശക്തമായ തകർച്ചകൾ മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് പോവുകയാണ്. പ്രകൃതി പോലും മനുഷ്യന് എതിരായിട്ട് മാറുകയാണ്. കൊടുങ്കാറ്റും പേമാരിയും ഭൂമികുലുക്കവും ഭൂകമ്പങ്ങളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ എത്ര മിടുക്കരാണെന്ന് അവകാശപ്പെട്ടിട്ടും കാര്യമില്ല. ഈ ഭൂമിയൊന്ന് കുലുങ്ങിയാൽ, കൊടുങ്കാറ്റൊന്ന് ആഞ്ഞു വീശിയാൽ, ദിവസങ്ങളോളം തോരാതെ മഴ പെയ്താൽ നമ്മുടെയൊക്കെ കാര്യം കഷ്ടമാവും. ഒറ്റ മാർഗമേ ഉള്ളൂ, മാനസാന്തരപ്പെട്ട് പാപവഴി ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിച്ചു വന്ന് ദൈവത്തിൻ്റെ കൽപ്പനകളും ദൈവത്തിൻ്റെ വചനങ്ങളും അനുസരിക്കുന്നവരായിട്ട് മാറുക. ദൈവത്തെ തേടുന്ന ഒരു സമൂഹത്തെ ഇന്ന് ദൈവം അന്വേഷിച്ചു കൊണ്ടിരിക്കുക. ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു മനുഷ്യന് കൂടുതൽ ചായ്വ് പാപത്തോടും ലോകത്തിൻ്റെ മോഹങ്ങളും ജഡത്തിൻ്റെ കാര്യങ്ങളിൽ മനുഷ്യന് വലിയ താല്പര്യമാണ്. മാനസാന്തരപ്പെടുവാൻ ദൈവം അവസരം തരുമ്പോൾ ആ അവസരത്തെ നമ്മൾ തട്ടിക്കളയരുത്. ഇനി നമുക്ക് ഒരവസരം കിട്ടുമെന്ന് വിചാരിക്കരുത്. അഹങ്കാരം നമുക്ക് ഉപേക്ഷിക്കാം, പാപവഴികൾ ഉപേക്ഷിക്കാം. ദൈവത്തിലേക്കുള്ള ഒരു തിരിച്ചു നടപ്പ്, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ നമുക്ക് വന്നുപോയ വീഴ്ചകൾക്കൊക്കെ നമുക്ക് മാപ്പപേക്ഷിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 57 അധ്യായം 14 മുതൽ 16 വരെയുള്ള വചനങ്ങൾ. പണിയുവിൻ, വഴിയൊരുക്കുവിൻ, എൻ്റെ ജനത്തിൻ്റെ മാർഗത്തിൽ നിന്ന് പ്രതിബന്ധങ്ങൾ നീക്കിക്കളവിൻ എന്ന് ആഹ്വാനം ഉയരും. പണിയണം, നിങ്ങൾ വഴിയൊരുക്കണം. ദൈവപുത്രനായ യേശുവിനെ കടന്നു വരുവാൻ നിങ്ങൾ വഴി ഒരുക്കണം. പ്രതിബന്ധങ്ങളെ നിങ്ങൾ നീക്കിക്കളയണം. അത്യുന്നതനും മഹത്വപൂർണനുമായവൻ, അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ. പരിശുദ്ധനായ ദൈവം, അനന്തതയിൽ മഹത്വത്തോടെ വസിക്കുന്നവൻ, എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നവൻ, അവിടുന്ന് പരിശുദ്ധനാണ്. അനന്തതയിൽ മഹത്വത്തോടെ പരിശുദ്ധനായി വസിക്കുന്നവൻ. ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരുടെ കൂടെ വസിക്കുന്നു. അനുതാപികളുടെ ഹൃദയം, വിനീതരുടെ മനസ്സ്. അനുതാപികൾ, പാപത്തെ ഓർത്ത് അനുതപിക്കുന്നവർ, വിനീതമായ മനസ്സിൻ്റെ ഉടമകൾ, അവരുടെ ഉള്ളിൽ വസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമുക്കൊന്ന് എളിമയുള്ളവരായിട്ട് മാറാം, ഒന്ന് വിനയമുള്ളവരായിട്ട് മാറാം, ഒന്ന് അനുതപിക്കാം കർത്താവിന് മുമ്പിൽ. ദൈവസന്നിധിയിൽ ഒന്ന് മാപ്പ് ചോദിക്കാം. ജീവിതം ദൈവകരങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. ഞാൻ എന്നേക്കും കുറ്റമാരോപിക്കുകയോ കോപിക്കുകയോ ഇല്ല. കാരണം എന്നിൽ നിന്നാണ് ജീവൻ പുറപ്പെടുന്നത്, ഞാനാണ് ജീവശ്വാസം നൽകിയത്. ദൈവം ഒരിക്കലും നിരന്തരമായിട്ട് കുറ്റപ്പെടുത്തുന്നവനല്ല, നമ്മളെ ശിക്ഷിച്ച് പുറന്തള്ളുന്നവനല്ല. ദൈവമാണ് നമുക്ക് ജീവശ്വാസം നൽകിയത്, നമുക്ക് ജീവൻ നൽകിയത് ദൈവമാണ്. ആ ദൈവം നിന്റെ മടങ്ങി വരവിന് വേണ്ടി നിന്നെ തിരിച്ചു വിളിക്കുകയാ. മാനസാന്തരപ്പെടുക, അനുതപിക്കുക,
വിനീത മനസ്സുള്ള വ്യക്തിയായിട്ട് മാറുക. പാപത്തിൻ്റെയും തിന്മയുടെയും അശുദ്ധിയുടെയും മാർഗങ്ങൾ ഉപേക്ഷിക്കുക. ഇല്ലെങ്കിൽ സ്നാപകന്റെ വാക്കുകൾ ഓർത്തുകൊള്ളുക, വെട്ടി തീയിലെറിയപ്പെടുന്ന ഒരു സമയം വരുന്നു. അനുദപിക്കുവാൻ കർത്താവ് അവസരം തരുമ്പോൾ അനുദപിക്കുന്നവനാണ് ബുദ്ധിശാലി. നമ്മൾ ലോകത്തിൽ മിടുക്കന്മാരും ലോകത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ബുദ്ധിശാലികളൊക്കെ ആയിരിക്കാം. പക്ഷേ കാലത്തിൻ്റെ അടയാളങ്ങൾ, ദൈവം നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയണം. അനുദപിക്കാം, പാപം ഉപേക്ഷിക്കാം. ആഴമായ ഒരു മാനസാന്തരത്തിനുള്ള കൃപ ദൈവത്തിൻ്റെ ആത്മാവ് തരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ആമേൻ. ഇന്ന് ഈ മകൾക്ക് കർത്താവ് നൽകിയ അത്ഭുതകരമായ ഒരു സൗഖ്യത്തിൻ്റെ സാക്ഷ്യം നമുക്ക് കേൾക്കാം. എൻ്റെ പേര് ഷെൽസി, ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. എനിക്ക് 20ാമത്തെ വയസ്സ് തൊട്ടിട്ട് എനിക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ചെക്കപ്പൊക്കെ ചെയ്തിട്ടും അത് എന്താ റീസൺ എന്ന് ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു അത് പാരമ്പര്യമായിരിക്കും. അങ്ങനെ 4 വർഷം ഞാൻ ഗുളിക കഴിച്ചിട്ടും എനിക്ക് 120/80 എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോർമൽ വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ രാവിലെ ചെന്നൈയിൽ നിന്ന് വന്ന് ബ്രദറിനെ കണ്ട് ബ്രദറിൻ്റെ തലയിൽ കൈവച്ച് നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, ദൈവത്തിന് നന്ദി പറഞ്ഞ് നീ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പള്ളിയിൽ കയറി ഞങ്ങൾ പ്രാർത്ഥിച്ചു. എന്നിട്ട് തൃശ്ശൂർ പോയിട്ട് ഒരു ലാബിൽ കയറിയിട്ട് എൻ്റെ BP ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് 110/70 എൻ്റെ BP. ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വീണ്ടും വേറൊരു ലാബിൽ കയറി വീണ്ടും നോക്കി, അപ്പോഴും 110/70. ദൈവത്തിന് നന്ദി, ദൈവത്തിന്. ഈ മകള് ഇന്ന് വലിയ സങ്കടത്തോടെയാണ് വന്ന് പറഞ്ഞത്, ഇങ്ങനെ BP 4 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നു. ആ സംഭവം പറഞ്ഞു. ഞാൻ ഈ മകളുടെ BP നോർമലാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അവൾ ശക്തമായ സ്തുതിപ്പിലും ദൈവാരാധനയിലും കൈവെപ്പ് പ്രാർത്ഥനയിലൊക്കെ അത്ഭുത രോഗശാന്തികൾ നടക്കും. അപ്പോൾ ഈ മകൾക്ക് യേശു ഒരു അത്ഭുത രോഗശാന്തിയാണ് നൽകിയത്. അവിടെ എന്തിനാ പഠിക്കുന്നത്? ഞാൻ M.Tech പഠിക്കുകയാണ്. M.Tech. സന്തോഷമായോ? ആരിലും വലിയവൻ വലിയവൻ യേശു, യേശു. ആരിലും വലിയവൻ വലിയവൻ, ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ, സൗഖ്യദായകൻ പാപമോചകൻ, യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ, കരുണാമയൻ സ്നേഹഗായകൻ. യേശു, യേശു. ആരിലും വലിയവൻ വലിയവൻ, ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു, യേശു. ആരിലും വലിയവൻ വലിയവൻ യേശു, യേശു.